എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. നിങ്ങൾ വിചാരിക്കും വീണ്ടും എന്താ ഈ പഴയ പാട്ടിങ്ങനെ പാടുന്നതെന്ന്. കാരണം ഇതൊന്ന് സഖാക്കളെ ഓർമ്മിപ്പിച്ചതാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സഖാക്കൾ തന്നെയാണ് എന്ന് SIT ഇന്നിതാ തെളിയിച്ചിരിക്കുന്നു. കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. കെ പി ശങ്കർദാസ് എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം. നേരത്തെ നമുക്കറിയാലോ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, N വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു, ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഈ വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോഴാണ് N വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല കേട്ടോ. ശങ്കർദാസിനെ എന്നിട്ടും സംരക്ഷിച്ചു. ശങ്കർദാസ് ആശുപത്രിയിലാണ്, ICUവിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ ശരിയാവാം, എനിക്കറിയില്ല. അപ്പൊ ഏതായാലും ശങ്കർദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യവുമായി ശങ്കർദാസ് എവിടെ പോയിരുന്നു? സുപ്രീം കോടതി പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന്. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന പിണറായി സർക്കാരിന്റെ മുഖത്തടിച്ച പോലെയാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് പറഞ്ഞു, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇവിടെ ഹൈക്കോടതി കൊടുത്താൽ മതി, സുപ്രീം കോടതിയിലേക്ക് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശങ്കർദാസിനെ ഓടിപ്പിച്ചതായിരുന്നു. ഏതായാലും ശങ്കർദാസിനെ ഇന്നിതാ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ CPMന്റെ ഏറ്റവും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരൊക്കെ? വാസു, പത്മകുമാർ, വിജയകുമാർ, ഇപ്പോഴിതാ ആരും ശങ്കർദാസും. അങ്ങനെ CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അങ്ങനെ നമുക്ക് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാല് മൂത്ത സഖാക്കന്മാർ പിടിയിലായി. അപ്പൊ നമുക്ക് പാടാലോ, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ. കാരണം സ്വർണം കട്ടത് സഖാക്കളല്ല എന്നും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ആകെ അസ്വസ്ഥരാണ്, BJPക്കാർ അസ്വസ്ഥരാണ് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് പതുക്കെ പിണറായി പോലീസുകാര് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണെങ്കിലും പിണറായി വിജയന്റെയും P ശശിയുടെയും ഇടപെടലോടെ SITക്കാര് തന്ത്രി അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്യാതെ? കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ അവര് നേരത്തെ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. കാരണം ഈ സ്വർണം ചെമ്പാണ് എന്ന് എഴുതിയ ഭരണസമിതിയിലെ അംഗമാണ് ശങ്കർദാസ്. ഇത് കണ്ടു നിന്ന ആളാണ് തന്ത്രി. അതായത് കട്ടവനെ അറസ്റ്റ് ചെയ്യാതെ കണ്ടവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കട്ടവൻ സഖാക്കൾ. അപ്പൊ സഖാക്കൾ കട്ടാൽ കട്ടവരെ അറസ്റ്റ് ചെയ്യരുത്, പകരം കണ്ടുനിന്ന തന്ത്രി അറസ്റ്റ് ചെയ്തു. അതായിരുന്നല്ലോ തന്ത്രിക്കെതിരായ കുറ്റം. തന്ത്രിക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം എന്ന് പറഞ്ഞാൽ തന്ത്രി ഇതൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷേ തന്ത്രി പറഞ്ഞില്ല. തന്ത്രി ഈ കാര്യങ്ങൾ ആരെയും ബോധിപ്പിച്ചില്ല. ആരെ ബോധിപ്പിക്കാനാണ്? ഈ കാട്ടുകള്ളന്മാരായ ദേവസ്വം ബോർഡിനോട് പരാതി പറയാനോ? അപ്പൊ ദേവസ്വം ബോർഡിലെ അംഗങ്ങള് ഇമാതിരി കൊള്ള നടത്തുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി ഇനി അടുത്ത അറസ്റ്റ് കടകംപള്ളിയിലേക്ക് കാത്തിരുന്നോ? അടുത്ത 24 മണിക്കൂറിനും അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനകം, ഒരുപക്ഷെ കൂടിപ്പോയാൽ 4-5 ദിവസത്തിനകം കടകംപള്ളിയും മനസ്സിലാവും, പിന്നാലെ പ്രശാന്ത് മനസ്സിലാവും, അതിന് പിന്നാലെ വാസവനും മനസ്സിലാവും. കാരണം 2025 ഈ സ്വർണം പൂശാൻ കൊണ്ടുപോയതിനെ പറ്റിയും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇപ്പൊ അന്വേഷണം നടത്തുന്നത് 2019 സ്വർണം പൂശലാണല്ലോ. സ്വർണം പൂശൽ നമ്പർ 1, ആദ്യത്തെ സ്വർണം പൂശൽ. അത് കഴിഞ്ഞിട്ട് 2025 സ്വർണം പൂശൽ. അതില് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും വാസുവിനെ അറസ്റ്റ് ചെയ്തതും ഒക്കെ മുൻനിർത്തിയിട്ട് PS പ്രശാന്തിനെ 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്യേണ്ടതാണ്, 4 പ്രാവശ്യം വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത്രയും ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തത്. കാരണം ഈ ഉരുപ്പടികളൊന്നും ഈ ശബരിമല ഈ ഒരു പരിധിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ശ്രീകോവിലിന്റെ ചുറ്റുവട്ടത്തുള്ള പരിധിയിൽ നിന്ന് എന്ത് അറ്റകുറ്റപ്പണി നടത്തുകയാണെങ്കിലും എന്ത് തരത്തിലുള്ള മരാമത്ത് പണി നടത്തുകയാണെങ്കിലും ഈ വസ്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകരുത് എന്ന് വളരെ കർശനമായി ദേവസ്വം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തിന്റെ അനുവാദം വേണം, ഹൈക്കോടതിയുടെ അനുവാദം വേണം. ഇതൊന്നും ചെയ്യാതെയാണ് കണ്ണുവെട്ടിച്ചുകൊണ്ട്, ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ണുവെട്ടിച്ചിട്ടാണ് രണ്ടാമതും പോറ്റിയുടെ അടുത്ത് ഇവര് ഈ പ്രശാന്തും വാസവനും ഈ പറഞ്ഞ സാധനങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ചോദിച്ചത്,
ഈ പോറ്റിയാണ് എല്ലാ കാര്യം ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്ന് പോലും ചോദിച്ചു. പിണറായി വിജയന്റെ മുഖത്ത് സുപ്രീം കോടതി അടിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയും ആഞ്ഞടിക്കുകയാണ് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ പിണറായി വിജയനോടാണ്, കാരണഭൂതത്തോടാണ്. എടോ കാരണഭൂതമേ, എന്തിനാടോ ഒരു ദേവസ്വം വകുപ്പ് ഒക്കെ പോറ്റി ചെയ്യുകയാണെങ്കിൽ ഈ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണെന്നാ പറയുന്നത്. ശരി, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാവട്ടെ. ഈ പോറ്റിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാടോ നിങ്ങൾ ഈ ദേവസ്വം ബോർഡ്? ഒരു ദേവസ്വം മന്ത്രി, അന്നത്തെ കടകംപള്ളി, ഇന്നത്തെ വാസവൻ, എന്തിനാണ് ഈ പൊട്ടന്മാർ? എന്തിനാണ് ഇവർക്ക് നമ്മളെ പൈസ എടുത്ത് ശമ്പളം കൊടുക്കുന്നത്? എന്തിന്? ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ് എന്നാ പറയുന്നത്. എന്താണ് വെപ്പ്? അങ്ങനെയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഇടപെടലും പാടില്ല. പക്ഷെ സർക്കാരാണ്, അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരാണ് അവിടത്തേക്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത്. സർക്കാരിന്റെ നോമിനികൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ സിപിഎമ്മിന്റെ എന്താ പറയാ നേതാക്കന്മാരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത്, അംഗങ്ങളാക്കുന്നത്, ഒക്കെ ആക്കുന്നത്. ഇവരാണ് കട്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ്. മന്ത്രിക്ക് ആവണം, ആയേ തീരൂ. അപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാസവനെ അറസ്റ്റ് ചെയ്യണം. വാസവന്റെ കാലത്തും ഈ പറയുന്ന തട്ടിപ്പ് നടന്നു, ഈ പറഞ്ഞ പൂശല് നടന്നു. ആരാ പൂശിയത്? പോറ്റിയെ കൊണ്ടാണ് പൂശിപ്പിച്ചത്. നേരത്തെ എങ്ങനെയാണോ 2019 കൊള്ള നടന്നത്, സമാനമായ കൊള്ള ഹൈക്കോടതി പോലും പറഞ്ഞു 2019 കൊള്ള മറച്ചു പിടിക്കാനാണ് നിങ്ങൾ ഈ 2025 ഇതേ പ്രോസസ് നടത്തിയതെന്ന്. അപ്പോൾ വീണ്ടും പറയുകയാണ്, സഖാക്കൾ പോറ്റിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി പോറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരുമാണ് ഇതൊക്കെ നടത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ മെനയാന്നത്തെ ദേശാഭിമാനിയിൽ 5-ാം പേജിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ? ശബരിമല അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക്. ദേശാഭിമാനി പറയാണ്, അതായത് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ ആ ഉന്മാദത്തിൽ, തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ ആ ഉന്മാദം വന്നപ്പോൾ സഖാക്കൾ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് ദേശാഭിമാനി നടത്തിയത്. എന്താണെന്നറിയോ? ശബരിമല അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക്. എന്നിട്ട് പറയാണ്, അങ്കലാപ്പ് ബിജെപിക്കും കോൺഗ്രസും അങ്കലാപ്പിലാണത്രേ. കാരണം കൊള്ള നടത്തിയത് ഞങ്ങളല്ല, എൻ വാസു 916 പരിശുദ്ധനാണ്. അയാളൊന്നും ചെയ്തിട്ടില്ല. അയാൾ സ്വർണം ചെമ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ. സ്വർണം ചെമ്പ് എന്ന് എഴുതുന്ന ഇത്ര വലിയ അപരാധമാണോ? അത് തെറ്റിപ്പോവില്ലേ? സ്വർണം കണ്ടാൽ ചിലപ്പോൾ ചെമ്പാണെന്ന് തോന്നും. ഇതിലൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ പേരിൽ കുറച്ച് കോടികൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ഇതിലൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പോറ്റിനെ കയറ്റിയത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളെ സഖാക്കൾ കക്കുമ്പതൊക്കെ കണ്ടു നിന്നവരാണ് തന്ത്രി. ഞങ്ങളെ വാസുവും ഞങ്ങളെ പത്മകുമാറും ഞങ്ങളെ കടകംപള്ളിയും കട്ടുകൊണ്ടുപോകുമ്പോൾ അത് ഈ തന്ത്രി നോക്കി നിന്നു. ഇയാൾ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇയാൾ കംപ്ലൈന്റ് ചെയ്യണ്ടേ? ആരെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം? ഞങ്ങളെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം, കള്ളന്മാരെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം. ഇതാണ് സഖാക്കന്മാരുടെ ലോജിക്ക്. അപ്പൊ ഇവർ പറയുകയാണ്, ഇതാ ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതിന്റെ അങ്കലാപ്പിലാണ് ബിജെപിയും കോൺഗ്രസും. ഉളുപ്പ് ഉണ്ടോ എന്ന് പണ്ട് VS ചോദിച്ചത് ഓർമ്മിച്ചു പോവുകയാണ്. ഉളുപ്പ് ഉണ്ടോ വിജയ എന്നാണ് ചോദിക്കാനുള്ളത്. ഉളുപ്പില്ലാതെ ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. മൂത്ത സഖാക്കന്മാർ അകത്ത് ഉണ്ട തിന്നുമ്പോഴാണ്, 4-ാമൻ ഉണ്ട തിന്നാൻ പോകുമ്പോഴാണ് പറയുന്നത്, ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ കട്ടതാണെങ്കിലും ഉത്തരവാദി കോൺഗ്രസ്സുകാരാണ്, ഉത്തരവാദി ബിജെപിക്കാരാണ്. എന്റെ മക്കളെ, നിങ്ങളൊക്കെ എങ്ങനെയാ നന്നാവുക? എന്നാ നന്നാവുക? എവിടെ നന്നാവാൻ?